ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ 27:1. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. കർത്താവ് ഇന്ന് എന്ന ദിവസം നമുക്ക് തന്നിരിക്കുന്നത് വിവേകത്തോട് ഉപയോഗിക്കേണ്ടതാകുന്നു. നാളെ എന്തു സംഭവിക്കുമെന്ന് നമുക്കറിയാത്തതിനാൽ എളിമയുള്ളവരായി നമ്മുടെ പ്രവർത്തികളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ഇന്ന് എന്ന ദിനം ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുവാനും, നന്ദി പറയേണ്ടവരോട് നന്ദി പറയുവാനും, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാനും, ഏറ്റുപറയേണ്ടുന്ന വിഷയങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞും സഹോദരങ്ങളോട് നിരപ്പ് പ്രാപിക്കുവാനും ഇന്നെന്നൊരു ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. ഇന്നത്തെ പ്രവൃത്തി നാളെ ദുഃഖവും കുറ്റബോധവും ഉണ്ടാക്കുന്നതായിരിക്കരുത്. യേശു പറഞ്ഞു, നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ മൂഢനായ വ്യക്തി പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിഞ്ഞ് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. താൻ ആശ്വസിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യും. ദൈവം അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ എന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. പ്രിയ ദൈവവേദിലെ, നമ്മുടെ ഉടമ്പടി ദൈവമായ കർത്താവിന് മാത്രമേ നമ്മുടെ നാളെയെക്കുറിച്ച് മുന്നറിവുള്ളൂ. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്തിന് മേലിൽ സംഭവിക്കാനുള്ളതും പ്രസ്താവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നാളത്തെ ദിവസത്തെക്കുറിച്ച് വമ്പ് പറയുന്നത് അവസാനിപ്പിക്കാം. പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് us.